കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ അകന്നുപോയിട്ട് ഉള്ളിൽ വരിഞ്ഞു മുറുക്കപ്പെട്ട സഹോദര ബന്ധത്തിൻ്റെ തീവ്രതയുടെ കഥ പറയുന്ന ചിത്രമാണ് കഴിഞ്ഞ ദിവസം റിലീസായ നാരായണീൻ്റെ മൂന്നാൺമക്കൾ. അത് നവാഗതനായ ശരൺ വേണുഗോപാലാണ് അതിൻ്റെ തിരക്കഥയും സംവിധാനവും എല്ലാം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ മലയാള സിനിമയിലെ 3 നെടുന്തൂണുകളായ നടന്മാരാണ് അഭിനയിച്ചിട്ടുള്ളത്. സുരാജ് വെഞ്ഞാറമൂട്, ജോജു ജോർജ്, അലൻസിയറാണ്. കിഷ്കിന്ത കാണ്ഡത്തിന് ശേഷം ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ ജോബി ജോർജ് തടത്തിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഡയറക്ടറെ കുറിച്ച് പറഞ്ഞു വന്നാൽ 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരവേളയിൽ കുടുംബ മൂല്യങ്ങളെക്കുറിച്ചുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാദിയ മൊയ്തു അഭിനയിച്ച ഒരു പാതിരാ സ്വപ്നം പോലെ എന്ന ഒരു ഹ്രസ്വ ചിത്രമായിരുന്നു. സത്യജിത്ത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായിരുന്ന നമ്മുടെ ഈ സംവിധായകൻ, അതായത് ശരൺ വേണുഗോപാലായിരുന്നു ആ ഹ്രസ്വ ചിത്രത്തിൻ്റെ സംവിധായകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ആണ് നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ. മലയാള സിനിമയിൽ കുടുംബകഥകൾക്ക് എക്കാലത്തും പ്രേക്ഷകരുണ്ട്. കുടുംബ പശ്ചാത്തലമായി പല ജോണറുകളിലായി എണ്ണിയാലൊടുങ്ങാത്ത അത്ര സിനിമകൾ മലയാളത്തിൽ വന്നിരിക്കുന്നു. പഴമയും പുതുമയും ഒരുപോലെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ കാലഘട്ടത്തിലെ ചില സംവിധായകരെ ചിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ചിത്രങ്ങളാണ്. സത്യൻ അന്തിക്കാട്, ലോഹിതദാസ്, അതുപോലുള്ള ചില സംവിധായകരുടെ ചിത്രങ്ങൾ. അപ്പോൾ ഈ നാരായണിയുടെ സ്റ്റോറി ലൈൻ മലയാളത്തിൻ്റെ ബിഗ് സ്ക്രീനിൽ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. എന്നാൽ അതിൻ്റെ പരിചരണവും അത്രയും വൈകാരികമായും അതേസമയം സിമ്പിളായും പറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ നന്നെ കുറവാണെന്ന് നമുക്ക് പറയാം. ഒപ്പം മാറിയ കാലഘട്ടത്തിൻ്റെ സ്പന്ദനം കൃത്യമായി അടയാളപ്പെടുത്തുന്നുമുണ്ട് ഈ സംവിധായകൻ. പറയുന്ന കഥയേക്കാൾ അതിൻ്റെ പരിചരണത്തിലും കഥ പറച്ചിലിലെ സൂക്ഷ്മാംശങ്ങളിലുമാണ് നാരായണി ഉള്ളു തൊടുന്ന ഒരു മനോഹരമായ സിനിമയായി നമുക്ക് തോന്നുന്നത്. കഥ നമുക്ക് കണ്ടും കേട്ടുമൊക്കെ പരിചയമുള്ളതാണെങ്കിലും കഥാപാത്രങ്ങൾ നമ്മൾ ഈ വർഷവും, അതായത് 2025 ജീവിക്കുന്നവർ തന്നെ എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പലതരം കുടുംബ ചിത്രങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു വീടും അവിടെ മരണാസന്നയായി കിടക്കുന്ന ഒരു അമ്മയെയും മാത്രം കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്ന ചിത്രം അടുത്ത കാലത്തൊന്നും മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. പേര് സൂചിപ്പിക്കുന്നത് പോലെ നാരായണി, അവരുടെ 3 ആൺമക്കൾ എന്നിവരെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. 3 ആൺമക്കൾ വിശ്വൻ, സേതു, ഭാസ്കർ എന്നിവരാണ് നാരായണിയുടെ 3 ആൺമക്കൾ. അതിൽ വിശ്വം എന്ന് പറഞ്ഞാൽ അലൻസിയർ, സേതു ജോജു ജോർജ്, ഭാസ്കർ സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് അവരുടെ 3 ആൺമക്കൾ. ഇതിൽ വിശ്വജിത്തിന് ഭാര്യ ഉള്ളത് സജിത മഠത്തിലാണ്. പിന്നെ മകളുണ്ട്, അത് ഗാർഗി ആനന്ദനാണ്. സേതു ജോജു വിവാഹം കഴിച്ചിട്ടില്ല. അയാളാണ് അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്. 3ാമൻ ഭാസ്കരൻ വിവാഹം ചെയ്തിരിക്കുന്നത് നഫീസ എന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. അത് നഫീസ ആയി അഭിനയിച്ചിരിക്കുന്നത് ഷെല്ലി എന്ന ഒരു നടിയാണ്. ഇവർക്ക് 2 മക്കളുണ്ട്. നിഖിൽ എന്ന 20കാരനും 18 വയസ്സും പ്രായവ്യത്യാസത്തിൽ കുഞ്ഞൊരു മകളും. ഇവർ UK സ്ഥിരതാമസം. കുറച്ച് നാളുകൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഭാസ്കരൻ അമ്മയുടെ അന്ത്യനിമിഷങ്ങൾക്ക് കൂട്ടിയിരിക്കാനാണ് കുടുംബസമേതം നാട്ടിലെത്തുന്നത്. വിശ്വവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സർക്കാർ സർവീസിലെ ഉന്നത പദവികളിൽ ഉള്ളവരാണ്. സേതുവായിട്ട് പണ്ടേ ഒരു വീട്ടുകാരൊരു പൊട്ടൻ എന്ന വിളിപ്പേര് കേട്ടവനും കുടുംബത്തിൻ്റെ പലചരക്ക് കട നാരായണി സ്റ്റോഴ്സ് നോക്കി നാട്ടിൽ തന്നെ കഴിയുന്ന ആളുമാണ്. വിശ്വനും ഭാസ്കരനും തറവാട്ടിൽ നിന്ന് അകന്നാണ് കഴിയുന്നത്. നാട്ടിൽ തന്നെയുള്ള 2ാമനായ സേതുവാണ് അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വീട്ടിലെ ഇപ്പോഴത്തെ ഗ്രഹനാഥൻ. വീട്ടിലെ മൂത്ത മകൻ എന്നതിൻ്റെ എല്ലാ അഹങ്കാരവും അതുകൂടാതെ മൂത്ത ആൾക്ക് കുറച്ച് അധികാരവും ഉണ്ടാവുമല്ലോ, ആ അധികാരവും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളാണ് വിശ്വൻ എന്ന് പറയുന്ന കഥാപാത്രം. മൂത്ത ആൾ സഹോദരന്മാർ തനിക്ക് താഴെയാണ് നിൽക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നുമുണ്ട് ഇയാൾ. സേതു പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ്. അമ്മയുടെ അവസാന സമയങ്ങളിൽ മക്കൾ 3 പേരും അടുത്തുണ്ടാവണം എന്ന ഇയാളുടെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് വിശ്വനും ഭാസ്കരനും നാട്ടിലെത്തുന്നത്. ബന്ധങ്ങൾ പോലെ ഇത്രമേൽ കുഴഞ്ഞു മറിഞ്ഞ വേറൊരു സംഗതി ഇല്ലെന്നാണ് സേതുവിൻ്റെ ഒരു വിശ്വാസം. 3ാമനായ ഭാസ്കരനായിട്ട് ഏറെ നാൾ നാടുമായും വീടുമായും ബന്ധമില്ലാതെ കഴിഞ്ഞതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ആ കഥാപാത്രത്തിനുണ്ട്. ഇവർക്കിടയിൽ വിൽപത്രം എഴുതാതെ മരണം കാത്തിരിക്കുന്ന അമ്മയുടെയും കുടുംബത്തിൻ്റെയും സ്വത്ത് വിഭജനം ചെറിയൊരു പ്രശ്നമാണ്. അതുപോലെ മറ്റു പ്രശ്നങ്ങളും നിരവധിയുണ്ട്. അതിൽ പ്രധാന നാട്ടിലെ പ്രമാണി തീയ കുടുംബത്തിലെ 3ാമൻ
മുസ്ലിം പെൺകുട്ടിയെ വിവാഹം ചെയ്തതാണ്. അച്ഛന് ഹൃദയാഘാതം വന്നതും രണ്ടാമത്തെ മകൻ വിവാഹം കഴിക്കാതെ പോയതും ആളുകളോട് അധികം ബന്ധങ്ങളൊന്നും സൂക്ഷിക്കാതെ ജീവിക്കേണ്ടി വരുന്നതുമെല്ലാം ഭാസ്കരൻ്റെ അനവധിക്കാരിയായുള്ള വിവാഹത്തിൻ്റെ അനന്തരഫലമാണെന്നുള്ള ഒരു കാര്യമാണ് അവരുടെ കുടുംബത്തിൽ നടക്കുന്നത്. കുടുംബത്തിൽ മൂത്തയാളെന്ന നിലയിൽ അച്ഛൻ്റെ മരണശേഷം കുടുംബം നോക്കിയത് താനാണെന്ന ഗർവിലും അധികാരത്തിലുമാണ് മൂത്ത മകൻ്റെ ഒരു പെരുമാറ്റം. മൂന്നാമനാകട്ടെ പണ്ടേ വീടും നാടും പോയതാണെങ്കിലും അയാൾക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട് താനും. പിന്നെ കഥയിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന അമ്മയുടെ വെന്റിലേറ്റർ നീക്കം ചെയ്യാൻ ഇളയ മകൻ വരുന്നത് കാത്തിരിക്കുകയാണ് കുടുംബം. അയാൾ വന്നതോടെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മാറ്റുകയും ഇന്നോ നാളെയോ മരിച്ചേക്കുമെന്ന് കരുതി മക്കളും കുടുംബക്കാരുമെല്ലാം കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. മരണക്കിടക്കയിലുള്ള അമ്മയെ തൊട്ടും തലോടിയും നിൽക്കുന്ന ആൺമക്കളിൽ 2 പേർക്ക് പെട്ടെന്ന് മടങ്ങിപ്പോകാനുള്ളതിനാൽ അമ്മ പെട്ടെന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് താനും. അമ്മയുടെ ശ്വാസം നിലനിർത്തുന്ന കുഴൽ നീക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് താനും. നിശബ്ദവും ആശങ്കപ്പെടുത്തുന്നതുമായ അത്തരം രംഗങ്ങൾക്ക് ഒരു സൈലൻ്റ് രംഗം അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഘടികാരത്തിൻ്റെ പെൻഡുലം ചലിക്കുന്ന ശബ്ദം മാത്രമാണ് പശ്ചാത്തലത്തിൽ കേൾക്കുന്നത്. ആ ഒറ്റ ശബ്ദത്തിന് ഏകാന്തതയുടെയും ഭയാനകതയുടെയും വലിയ ഒച്ച സൃഷ്ടിക്കാനാവുന്നുണ്ട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക്. ഇതിൽ അഭിനയിച്ച അഭിനേതാക്കളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ 3 മികച്ച അഭിനേതാക്കളും തുല്യ പ്രാധാന്യമുള്ള വേഷം ചെയ്യുന്ന സിനിമ എന്ന നിലയിൽ അലൻസിയറും ജോജോയും സുരാജും തമ്മിൽ വളരെ ആരോഗ്യകരമായ അഭിനയ മത്സരം ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഗ്രാമീണ അന്തരീക്ഷത്തിലെ വീട്ടിൽ 3 സഹോദരങ്ങളായി തന്നെ അവർ ജീവിക്കുകയാണ്. ഒരു രംഗത്തിൽ പോലും ഇവരുടെ അഭിനയത്തിൽ ഒരു കൃത്രിമ ഭാവം നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൂടാതെ ആതിര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗാർഗി ആനന്ദിനെയും അഭിനയത്തിൽ എടുത്തു പറയേണ്ടതാണ്. തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിറങ്ങിയ ഗാർഗി നേരത്തെ റൺ കല്യാണി എന്ന തൻ്റെ ആദ്യ സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. ഒരേ പാറ്റേണിൽ നീങ്ങാൻ ശ്രമിക്കുന്ന അമ്മയുമായുള്ള കടുത്ത എതിർപ്പും തൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ തനിക്കാവുമെന്ന തൻ്റേടിയായ ഒരു പെൺകുട്ടിയുടെ ഭാവങ്ങളും അതിനോടൊപ്പം ഗ്രാമീണ നിഷ്കളങ്കതയുടെ അനുഭവ പശ്ചാത്തലവും ചേർത്ത് വെച്ചാണ് ആതിരയെ തിരക്കഥാകൃത്ത് സംവിധായകർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കഥാപാത്രത്തെ മനോഹരമാക്കിയിട്ടുണ്ട് അവർ. പച്ചയായ മനുഷ്യബന്ധങ്ങളുടെ ആവിഷ്കാരമാണ് നാരായണൻ്റെ 3 മക്കൾ എന്ന് നമുക്ക് ചുരുക്കി പറയാം. തുറന്നു പറയാൻ മടിക്കുന്ന പക്ഷേ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന കുടിലതയും അസൂയയും സ്നേഹവും കാമവും ബന്ധങ്ങളുടെ സങ്കീർണതയും ഇഴയെടുപ്പും നിസ്സഹായതയുമെല്ലാം ഒട്ടും മറയില്ലാതെ സംവിധായകൻ തൻ്റെ ആദ്യ ചിത്രത്തിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. മാതാപിതാക്കൾ മരണാസന്നരാകുമ്പോൾ അവരുടെ ശേഷക്രിയ ചെയ്ത് സ്ഥലം വിടാൻ കാത്തു നിൽക്കുന്ന മക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലിപ്പോൾ സർവ്വസാധാരണമാണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു പക്ഷേ അമ്മ ഇനി ജീവിതത്തിലേക്കില്ല എന്ന ചിന്തയോ അല്ലെങ്കിൽ ജോലി തിരക്കുകൾ ഒക്കെ ആയിരിക്കും അവരെ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം. ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങൾക്കൊപ്പം ഒരു കുടുംബത്തിൽ അരങ്ങേറുന്ന രസകരവും കൗതുകവും ജനിപ്പിക്കുന്നതുമായ സംഭവങ്ങളും ചിത്രത്തിൽ ഉണ്ട്. സിനിമയ്ക്കൊടുവിൽ റോഡിലൂടെ പോകുന്ന കാറിന് പുറത്ത് വേനൽ മഴ പെയ്യുന്നുണ്ട്. നനയ്ക്കാതെ പെയ്യുന്ന മഴ അത് എന്തിൻ്റെ സൂചന ആണ്? സന്തോഷമാണോ സങ്കടമാണോ സംഭവിക്കുക എന്നറിയില്ല. അത് പ്രേക്ഷകർക്കാണ് വിട്ടുകൊടുക്കുന്നത്. അത്രയും മഴ അനുഭവിക്കാൻ താല്പര്യമുള്ള ഒരാളെ പോലും ഈ ചിത്രം നിരാശപ്പെടുത്തില്ല എന്നതാണ് സത്യം. ഏറെ ദൂരെ പോയാലും മടക്കം സ്വന്തം ജന്മദേശത്തേക്ക്, ജന്മഗ്രഹത്തിലേക്ക്, നമ്മൾ കളിച്ചു വളർന്ന നമ്മുടെ ഭൂമിയിലേക്ക്, പ്രിയപ്പെട്ടവർക്കരികിലേക്ക് തന്നെയായിരിക്കും എന്ന് ഊന്നി പറയുകയാണ് നാരായണൻ്റെ 3 ആൺമക്കൾ എന്ന് പറയുന്ന ഈ സിനിമ. ഹൃദയം തൊടുന്ന കഥയും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും എല്ലാമാണ് നിങ്ങളിലെ സിനിമാ പ്രേമി കാണാൻ കാത്തിരിക്കുന്നതെങ്കിൽ ഈ ചിത്രം നമുക്ക് ധൈര്യമായിട്ട് പോവാവുന്നതാണ്.